ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേസിസിലെ ആൾക്കാരുടെ എണ്ണമാണ് ഡയമെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് പ്ലസ് ഓർ മൈനസ് തിയറം ആണ്. അപ്പോൾ തിയറം എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇഫ് എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് and if V is a vector in V that is outside of span of S, then the set S union set to V, singleton set to V, that results by inserting V into S is still linearly independent. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? എസ് വിയുടെ ഉള്ളിലെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റാണ്. വി എന്ന് പറയുന്ന ഒരു വെക്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത വി എന്നുള്ളത് ഔട്ട്സൈഡ് ഓഫ് സ്പാൻ ഓഫ് എസ് ആണ്. എന്ന് വെച്ചാൽ അത് സ്പാൻ ഓഫ് എസ് ആയിട്ട് വരുന്നില്ല. എസ്സിലെ മെമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വിയെ എഴുതാനായിട്ട് പറ്റില്ല. സ്പാൻ ഓഫ് എസ്സിൽ അത് വരുന്നില്ല. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ വി എന്ന് പറയുന്ന വെക്ടറിനെ എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വെക്ടറാണ് വി നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എസിന്റെ കൂടെ വി ചേർത്തിട്ടുണ്ടെങ്കിൽ, എസ് യൂണിയൻ സെറ്റ് വി എടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് റിസൾട്ട്സ് ബൈ ഇൻസേർട്ടിംഗ് വി ഇൻ ടു എസ്. എസിന്റെ കൂടെ വി ചേർത്തത് സ്റ്റിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരാത്ത ഒരാളെ എസിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ലീനിയർ ഇൻഡിപെൻഡൻസിക്ക്, ആ പ്രോപ്പർട്ടിക്ക് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോഴും അത് അയാളെ ചേർത്താൽ കൂടി അപ്പോഴും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് തന്നെ ആയിരിക്കും. ഓക്കെ. പകരം സ്പാൻ ഓഫ് എസിൽ വരുന്ന ഒരാളെ ചേർത്താൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആവട്ടെ. കാരണം ഒരാളെ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വി എ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ലീനിയർ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ സ്പാനിൽ വരാത്തൊരു വെക്ടറായിട്ടാണ് വി എ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വി എ ഇവിടെ ചേർത്തിട്ടുണ്ട് എങ്കിൽ സെറ്റ് എസ് അപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് തന്നെ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പ്ലസ് മൈനസ് തിയറത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് പാർട്ട് നോക്കാം. ഇഫ് വി ഈസ് എ വെക്ടർ ഇൻ എസ് that is expressible as a linear combination of other vectors in S, then S minus set V denotes the set obtained by removing V from S. Then S and S minus set V span the same space, that is span of S equal to span of S minus set V. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. V is a vector in S that is expressible as a linear combination of other vectors in S. എന്ന് വെച്ചാൽ വി എന്ന് പറയുന്ന ആള് എസിന്റെ സ്പാനിൽ വരുന്ന ആളാണ്. അതായത് വി എ എസിലുള്ള മെമ്പേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് സെറ്റ് വി എന്ന് പറഞ്ഞാൽ എസിനകത്ത് നിന്ന് വി എ ഒഴിവാക്കിയത്, വി എ എസിലെ ആൾക്കാരുടെ സ്പാൻ ആക്കി എഴുതാം, ഐ മീൻസ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ എസിൽ നിന്ന് വി എ റിമൂവ് ചെയ്താലും സ്പാൻ ഓഫ് എസും സ്പാൻ ഓഫ് എസ് മൈനസ് സെറ്റ് വിയും രണ്ടും സെയിം ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്. അപ്പൊ സ്പാന് രണ്ടിന്റെയും സെയിം ആയിരിക്കും. കാരണം വി എസിലുള്ള ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ, അപ്പൊ അത് അവിടെ നിന്ന് മാറ്റിയാലും അതിന്റെ സ്പാനിന് വ്യത്യാസമൊന്നും വരില്ല എന്നാണ് രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് പ്ലസ് മൈനസ് തിയറം സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കുക. പിന്നെ ഈ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്, തിയറമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ലെറ്റ് വി ബി ആൻ n dimensional vector space and let S be a set in V with exactly n vectors. അപ്പോൾ വി ഒരു n dimensional vector space ആണ്. n dimensional vector space എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ബേസിസിൽ n എലമെന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി വിത്ത് എക്സാക്ട്ലി n vectors. ഇനി വിക്കുള്ളിൽ ഒരു സെറ്റ് നമ്മൾ എസ് സെലക്ട് ചെയ്യാണ്. എസിനകത്ത് n vectors ആണ് ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: then S is a basis for V if and only if S spans V or S is linearly independent. ഇങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് എസ്
എസ്സിനകത്തും n എലമെന്റ്സ് തന്നെയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ എസ് വിയുടെ ബേസിസ് ആവാൻ വേണ്ട, ആ എസ് ഒരു ബേസിസ് ആയി വെറുതെ ഒരു സെറ്റ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ സെറ്റ് ബേസിസ് ആവാൻ വേണ്ട നെസസറി കണ്ടീഷൻ ഇതാണ്. ഒന്നില്ലെങ്കിൽ എസ് വിയെ സ്പാൻ ചെയ്യണം, അല്ലെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇഫ് എസ് സ്പാൻസ് വി ഓർ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ അതിന്റെ പ്രൂഫ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൂഫ് ഒന്ന് നോക്കി നോക്കാം. Assume that S has exactly n vectors and spans V. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എസ്സില് n വെക്ടേഴ്സ് ആണുള്ളത് ആൻഡ് എസ് സ്പാൻസ് വി ആണ്. എന്ന് വെച്ചാൽ എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വിയിലെ എല്ലാ വെക്ടേഴ്സിനെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ലേ, രണ്ടാമത്തെയാണ് ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യണം, അതായത് എസ് ഈസ് എ ബേസിസ് ഫോർ വി എന്നുള്ളത് നമുക്ക് കാണിക്കണം. അപ്പോൾ ടു പ്രൂവ് ദാറ്റ് എസ് ഈസ് എ ബേസിസ് വി മസ്റ്റ് ഷോ ദാറ്റ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അപ്പോൾ ഓൾറെഡി എസ് സ്പാൻസ് വി എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേസിസ് ആവാൻ വേണ്ട രണ്ട് റിക്വയർമെന്റ്സ് എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം, രണ്ടാമത്തെ കാര്യം എസ് വിയെ സ്പാൻ ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മുടെ അസംഷൻ പ്രകാരം എസ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതിയാവും? എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നുള്ളത് മാത്രം കാണിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് മീൻസ് കോൺട്രാപോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ല എന്ന് വിചാരിക്കാം. ബട്ട് ഇഫ് ദിസ് ഈസ് നോട്ട് സോ, അങ്ങനെയല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല എന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങി നോക്കാം. അപ്പം എന്താണ്ടാവാ നോക്കാം. ദെൻ സം വെക്ടർ വി ഇൻ എസ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ റിമൈനിങ് വെക്ടേഴ്സ്. അപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, ലീനിയർലി ഡിപ്പെൻഡന്റ് അല്ല എങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കുമല്ലോ. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അതിലെ ഒരാളെയെങ്കിലും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബട്ട് ഇഫ് ദിസ് ഈസ് നോട്ട് സോ ദെൻ സം വെക്ടർ ഇൻ വി in S is a linear combination of the remaining vectors. മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. If we remove this vector from S, then it follows that the remaining set of n-1 vectors still spans V. അപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലസ് മൈനസ് തിയറത്തിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു, അയാളെ റിമൂവ് ചെയ്താലും സ്പാനിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാളെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എസിനകത്ത് n മെമ്പേഴ്സ് ആയിരുന്നു, ഒരാളെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ n-1 മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ആളെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് എസ് എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ഈ n-1 വെക്ടേഴ്സിന്റെ സ്പാനും. രണ്ടിന്റെയും സ്പാൻ എപ്പോഴും സെയിം ആയിരിക്കും. But this is impossible since theorem 4.5.2b, അതായത് തൊട്ട് മുമ്പത്തെ theorem states that no set with fewer than n vectors can span an n-dimensional vector space. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു theorem പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയമെൻഷൻ n ആണെങ്കിൽ n-നേക്കാൾ താഴെ നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്ന ഒരു സെറ്റിനും വിയെ സ്പാൻ ചെയ്യാൻ പറ്റില്ല എന്ന്. ബേസിസ് ആണ്, മീൻസ് സ്പാൻ ചെയ്യാൻ പറ്റില്ല. ഡയമെൻഷൻ n ഡയമെൻഷൻ ആണെന്ന് വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയമെൻഷൻ n ആണ് എങ്കിൽ n എലമെന്റ്സിൽ കുറവ് എലമെന്റ്സ് വരുന്ന ഒരു സെറ്റിനും വിയെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകാരം n-1 എലമെന്റ്സ് വരുന്ന ഒരു സെറ്റ് വിയെ സ്പാൻ ചെയ്യും എന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് അസ്യൂം ചെയ്ത ഏതോ ഒരു ആർഗ്യുമെന്റ് തെറ്റാണ്. ഏത് ആർഗ്യുമെന്റിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ? ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മളൊരു കോൺട്രഡിക്ഷനിൽ അറൈവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റുക? എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ദസ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്, എസ് വിയെ സ്പാനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് എസ് ഈസ് എ ബേസിസ് ഫോർ വി. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടായല്ലോ. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. അസ്യൂം ദാറ്റ് എസ് ഹാസ് n വെക്ടേഴ്സ് ആൻഡ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അപ്പോൾ എസിനകത്ത് n വെക്ടേഴ്സ് ഉണ്ട്, എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും ആണെന്ന് വിചാരിക്കാം. ഓറിട്ട് തന്നിരിക്കുന്ന ആ രണ്ട് കണ്ടീഷനും പ്രൂവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? എസ് ബേസിസ് ആണെന്ന് കാണിക്കാനായിട്ട് എസ് സ്പാൻസ് വി എന്നുള്ളത് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ടു പ്രൂവ് ദാറ്റ് എസ് ഈസ് എ ബേസിസ് വി മസ്റ്റ് ഷോ ദാറ്റ് എസ് സ്പാൻസ് വി.
അപ്പോൾ ഇവിടെ നമ്മൾ ആ സെയിം കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയല്ല എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് എസ് വിയെ സ്പാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ദർ ഈസ് സം വെക്റ്റർ വി ഇൻ വി ദാറ്റ് ഈസ് നോട്ട് ഇൻ സ്പാൻ ഓഫ് എസ്. അപ്പോൾ സ്പാൻ ചെയ്യുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടറെങ്കിലും കാണും സ്പാൻ ഓഫ് എസിൽ വരാത്തത്. അതായത് എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു വെക്ടറെങ്കിലും ആ വെക്ടർ സ്പേസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. If we insert this vector into S, then it follows that the set of n plus 1 vectors is still linearly independent by plus minus theorem. അപ്പോൾ എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് വരാത്ത ഒരാളെ എസിൻ്റെ കൂടെ ചേർത്താൽ എസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്ലസ് മൈനസ് തിയറത്തിൽ പഠിച്ചു. അപ്പോൾ ആ ഒരാളെയും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും ആ സെറ്റ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് തന്നെ ആയിരിക്കും എന്നാണ് ആ തിയറം പറയണത്. അപ്പോൾ ഇവിടെ n വെക്ടേഴ്സിൻ്റെ കൂടെ ഒരു വെക്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അവിടെ n+1 വെക്ടേഴ്സ് വരും അല്ലേ. അപ്പോൾ ആ n+1 വെക്ടേഴ്സിൻ്റെ സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും യൂസിങ് പ്ലസ് മൈനസ് തിയറം. പക്ഷെ നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ തിയറത്തിൻ്റെ ഒരു പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് എങ്കിൽ n ആൾക്കാരിലും കൂടുതൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. മോർ ദാൻ n വെക്ടേഴ്സ് വന്നാൽ. അപ്പോൾ n+1 വെക്ടേഴ്സ് വരുന്നത് എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? അത് കോൺട്രഡിക്ഷൻ അല്ലേ. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അസംഷൻ, അതായത് എസ് ഡസ് നോട്ട് സ്പാൻസ് വി എന്നുള്ള അസംഷൻ ആണ് റോങ് ആയത്. അതുകൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? ദസ് എസ് സ്പാൻസ് വി എന്നേ കിട്ടുള്ളൂ. അപ്പോൾ എസ്സിൽ n വെക്ടേഴ്സ് ഉണ്ടെന്നെടുത്തപ്പോൾ ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നെടുത്തപ്പോൾ എസ് സ്പാൻസ് വി എന്നിട്ടും എഗെയിൻ എസ് ഈസ് എ ബേസിസ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബേസിസ് ആവാനായിട്ട് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നിൽ എക്സിനകത്ത് n വെക്ടേഴ്സ് ഉണ്ടായിരിക്കാൻ വേണം, ഒന്നിലോ സ്പാൻ ചെയ്യണം, അല്ലെങ്കിൽ എസ്സിനകത്ത് n വെക്ടേഴ്സ് ഉണ്ടായിരിക്കാൻ വേണം, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ വേണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എസ് ഈസ് എ ബേസിസ് ഫോർ വി ആയിരിക്കും. അപ്പം അത് പഠിക്കുക, പ്രൂഫ് പഠിക്കുക. അടുത്തത് ബേസിസ് ബൈ ഇൻസ്പെക്ഷൻ. കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതാ v1 = -37, v2 = 55. ഫോം എ ബേസിസ് ഫോർ R2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൊല്യൂഷനായിട്ട് ഇവിടെ ഇത് ചെയ്തിട്ടില്ല, പ്രോബ്ലം ആയിട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസിയും അതുപോലെ തന്നെ സ്പാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പ്രോബ്ലം ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ആ ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ 0 0 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടും. ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ കിട്ടാവൂ. അതായത് k1 v1 + k2 v2 = 0 ഇംപ്ലൈസ് k1 = 0 ആൻഡ് k2 = 0 ഓൺലി. അത് മാത്രമേ സൊല്യൂഷൻ കിട്ടാവൂ. അപ്പോൾ നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റും. അതുപോലെ സ്പാൻ ചെയ്യുന്നു എന്നുള്ളത് ഏത് വെക്ടറിനെയും നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് R2-ലെ ഏത് വെക്ടറിനെയും നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പ്രോബ്ലം ആയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ആ രണ്ട് പ്രോബ്ലം കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തതാണ്. R2-ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടാവും അല്ലേ. 1 0 0 1. അപ്പോൾ ഇത് വേറൊരു ബേസിസ് ആണ് കേട്ടോ. രണ്ട് എലമെന്റ്സ് വരുന്ന വേറൊരു ബേസിസ് ആണ്. അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ നമുക്ക് വരുന്നുണ്ട്. R3-യുടെ ആണ്. R3-യുടെ 3 എലമെന്റ്സ് തന്നിട്ടുണ്ട്. അതും ഒരു ബേസിസ് ആയിരിക്കും എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതും അതെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ലീനിയർ ഇൻഡിപെൻഡൻസും പ്രൂവ് ചെയ്യണം, അതിനൊപ്പം തന്നെ സ്പാൻ ചെയ്യുന്നു എന്നും കാണിക്കണം. ആ രണ്ട് പ്രോബ്ലംസ് ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം. എന്നിട്ട് ഇത് ബേസിസ് ആണ് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യുക മുന്നത്തെ പ്രോബ്ലംസ് നോക്കിയിട്ട്. ഓക്കെ, അടുത്തതൊരു തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം.